പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പെർത്തിന് 127 കിലോമീറ്റർ അകലെയുള്ള ലാൻസലിൻ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ. ലാൻസലിൻ ഒരു മണൽ പ്രദേശമാണ്. സാൻഡ് ഡ്യൂൺസ് അഥവാ മണൽക്കുന്നുകളുടെ പ്രദേശം. ഇവിടെ സാഹസിക വിനോദങ്ങൾക്കായി ധാരാളം ക്വാഡ് ബൈക്കുകളും ബഗ്ഗികളുമുണ്ട്. നിരനിരയായി അവയെങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. അതിന്റെ ബുക്കിംഗ് ഓഫീസും മറ്റുമാണ് ഈ കാണുന്നത്. എല്ലാം മൂവബിളാണ്. ട്രക്കുകളിലാണ് ഈ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നത്. പെർത്ത് ക്വാഡ് എന്ന കമ്പനിയുടേതാണ് ഇതൊക്കെ. അരമണിക്കൂറിനും 1 മണിക്കൂറിനുമൊക്കെ ബുക്ക് ചെയ്യാം. ഓരോന്നിനുമുള്ള ഫീസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 4 സീറ്റുള്ള ബഗ്ഗിക്ക് 1 മണിക്കൂറിന് $260 നൽകണം. ഇവിടെ $1 എന്നാൽ നമ്മുടെ 60 രൂപയാണെന്ന് ഓർക്കണം. ഇവർ നടത്തുന്ന അഡ്വഞ്ചർ ടൂറുകളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം വണ്ടിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ ബഗ്ഗിയും ക്വാഡ് ബൈക്കും ബുക്ക് ചെയ്യാനായി വന്ന് നിൽക്കുന്നുണ്ട്. ക്വാഡ് ബൈക്കുകൾ എല്ലാ ദിവസവും ഇവിടെ കൊണ്ടുവരികയും വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതിനുള്ള ട്രക്കുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇതിലും ക്വാഡ് ബൈക്ക് കൊണ്ടുവരുന്നതാണ്. അത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ഓഫീസായി മാറും. ബുദ്ധിപരമായ ചില സംവിധാനങ്ങൾ. ധാരാളം ക്വാഡ് ബൈക്കുകൾ നിരത്തിവെച്ചിട്ടുണ്ട്. അലക്സ് ഇവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ കണ്ടും വിശേഷങ്ങൾ അറിഞ്ഞും തിരികെ വന്നു. ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. അലക്സ് ആണ് കാർ ഓടിക്കുന്നത്. റജി പുല്ലാട്ട് പുറകിലിരിപ്പുണ്ട്. ഈ മണൽക്കാടുകളിലൂടെ വണ്ടി ഓടിക്കുന്നതിൽ ഒരു പരിചയവും ഉള്ളവരല്ല 2 കക്ഷികളും. കൃത്യമായ വഴിയിലൂടെ തന്നെയാണോ പോകുന്നതെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. വഴിതെറ്റിയാൽ തിരിച്ചു വരാനും പ്രയാസമാകും. അതിവിശാലമായ വിജന പ്രദേശങ്ങളാണ്. കുറെ ചെന്ന് കഴിയുമ്പോൾ മണലാരണ്യം മാത്രമാണ് കാഴ്ച. മരുഭൂമി പോലെ കിടക്കുന്ന പ്രദേശം. തൂവെള്ള മണലിന്റെ കുന്നുകളും താഴ്വരകളും. ഇതിലെ വണ്ടി വിടുമ്പോൾ ടയറിലെ കാറ്റ് കുറയ്ക്കണമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ദുബായിൽ ഡെസേർട്ട് സഫാരിക്ക് പോയപ്പോൾ ഡ്രൈവർമാർ ടയറുകളിലെ കാറ്റ് കുറയ്ക്കുന്നത് കണ്ടിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞാണ് ഇവിടെ സുഹൃത്തുക്കൾ വണ്ടി വിടുന്നത്. പോകുന്നിടം വരെ പോകട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അല്പം മുൻപ് പുറപ്പെടുന്നത് കണ്ട ക്വാഡ് ബൈക്കുകൾ സാൻഡ് ഡ്യൂൺസിലൂടെ പാഞ്ഞു പോകുന്നുണ്ട്. കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് വഴിയറിയുമോ എന്ന കാര്യത്തിലാണ് എന്റെ ടെൻഷൻ. കടൽ തീരത്ത് ഒരു കുന്നിൻ മുകളിൽ വണ്ടി കയറ്റി നിർത്തി. മുന്നിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നീലിമ. ആ ദൃശ്യം പകർത്താൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്നിറങ്ങി. മനോഹരമായ കാഴ്ചയാണ്. കുറേ ദൂരം ഓടിയാണ് ഇവിടെ എത്തിയത്. തിരികെ വണ്ടിയുടെ അടുത്തേക്കെത്തുമ്പോൾ ഇതാണ് കാഴ്ച. ഞാൻ ഭയന്നത് തന്നെ സംഭവിച്ചു. വണ്ടി മണലിലേക്ക് താഴ്ന്നിരിക്കുന്നു. എന്താണ് പറ്റിയതെന്ന് ആദ്യം പിടുത്തം കിട്ടിയില്ല. ചക്രം കിടന്ന് കറങ്ങുന്നതല്ലാതെ വണ്ടി നീങ്ങുന്നില്ല. കറങ്ങിക്കറങ്ങി എഞ്ചിൻ മണലിൽ മുട്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അലക്സ് മണലിൽ മുട്ടുകുത്തിയിരുന്ന് മാന്തുകയാണ്. മണലിൽ കുടുങ്ങിയാൽ തിരികെ കയറ്റാനുള്ള ഒരു ഉപകരണവുമില്ലാതെയാണ് പുറപ്പെട്ടതെന്നുകൂടി ഓർക്കണം. 4 ചക്രത്തിനും അടിയിലെ മണൽ മാറ്റുന്ന ജോലി അരമണിക്കൂർ തുടർന്നു. ഒന്നിരിക്കാൻ പോലും സ്ഥലമില്ല. കുറെ കുറ്റിച്ചെടികളും മണൽപ്പരപ്പും മാത്രം. റജി പോയി കുറെ കുറ്റിച്ചെടികളുടെ കമ്പ് ഒടിക്കുകയാണ്. ഈ പരിസരത്തൊന്നും ഒറ്റ മനുഷ്യരുമില്ല. സഹായത്തിന് വിളിക്കാൻ പോലും ആരെയും കാണുന്നുമില്ല. റജി ഒടിച്ചെടുത്ത കമ്പുകൾ ടയറിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചു. അലക്സ് കുറെ നേരം പണിതു. മറ്റേതെങ്കിലും വാഹനങ്ങൾ ഈ വഴി വരുമോ എന്നുപോലും അറിയില്ല. ഒരു ക്വാഡ് ബൈക്കെങ്കിലും വന്നിരുന്നെങ്കിൽ അവരെ സഹായത്തിന് വിളിക്കാമായിരുന്നു. ചുവട്ടിലെ മണലൊക്കെ മാറ്റി. കിട്ടിയ ചുള്ളിക്കമ്പൊക്കെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു ശ്രമം നടത്തി. റജിയും അലക്സും അറിയുന്ന വിദ്യയെല്ലാം പ്രയോഗിക്കുന്നുണ്ട്. ചക്രം കറങ്ങുന്നതല്ലാതെ വണ്ടി അനങ്ങുന്നതേയില്ല. അപ്പോഴാണ് മറ്റൊരു വണ്ടി വന്നത്. ഞങ്ങളുടെ വണ്ടി അങ്ങനെ കിടക്കുന്നത് കണ്ട് ആ ഓഫ് റോഡ് വാഹനം നിർത്തി. അതിലുള്ളയാൾ സഹായിക്കാമെന്ന് പറഞ്ഞു. ആ വാഹനത്തിൽ നിന്നും ഒരു വടം എടുത്തുകൊണ്ടുവന്ന് അലക്സ് അത് വണ്ടിയുടെ പിറകിൽ കെട്ടി. കാർ പിറകോട്ട് വലിച്ചിറക്കുകയാണ് ഉദ്ദേശം. അപ്പോഴേക്കും മറ്റൊരു പ്രശ്നമുണ്ടായി. സഹായിക്കാൻ വന്നയാളുടെ വണ്ടിയും മണലിൽ കുടുങ്ങി. അതിൽ ചൈനക്കാരോ ജപ്പാൻകാരോ ആയ 2 പേരുണ്ടായിരുന്നു. അവർ പുറത്തിറങ്ങി കാത്തുനിൽപ്പായി. ഇനി എന്തു ചെയ്യും? 2 വണ്ടിയും നീങ്ങാത്ത അവസ്ഥയായി.
സഹായിക്കാൻ വന്ന വണ്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടർന്നു. റോഡ് സൈഡ് സർവീസ് നടത്തുന്ന ആരെയെങ്കിലും വിളിക്കാമെന്നായി റെജി. അവർ വന്ന് വാഹനം പൊക്കി മാറ്റാൻ സഹായിക്കും. ആ വണ്ടിയിൽ ചില സൗകര്യങ്ങളുണ്ട്. സാൻഡ് മാറ്റ് അല്ലെങ്കിൽ ട്രാക്ഷൻ മാറ്റ് തുടങ്ങിയ ചില ഉപകരണങ്ങളൊക്കെയുണ്ട് അതിൽ. മണലിൽ പൂണ്ടുപോയ വാഹനത്തെ തിരികെ കയറ്റാൻ ചക്രത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്ലാസ്റ്റിക്കും റബ്ബറും ഒക്കെ കൊണ്ടുള്ള ചിലയിനം മാറ്റുകളാണത്. ഇങ്ങനെയുള്ള വണ്ടികൾ അത്തരം മാറ്റുകളൊക്കെ കരുതിയിട്ടുണ്ടാവും. വണ്ടിയുടെ മുകളിൽ കെട്ടിവെച്ചിട്ടുള്ള അത്തരമൊന്ന് അഴിച്ചെടുത്തുകൊണ്ടുവന്നു. അത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊന്നും നമ്മുടെ സുഹൃത്തുക്കൾക്കറിയില്ല. ജീവിതത്തിൽ ആദ്യമായി വണ്ടിയിൽ മണലാരണ്യത്തിൽ വന്നതാണ് ഈ രണ്ടുപേർ. എങ്ങനെയൊക്കെയോ വെച്ചു നോക്കി. കുറെ മണൽ മാന്തി മാറ്റിയൊക്കെയാണ് വെക്കുന്നത്. അത് ഇങ്ങനെയൊന്നുമല്ല വെക്കുന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അലക്സ് കാര്യമായി അധ്വാനിക്കുന്നുണ്ട്. മണൽ മാന്തി മടുത്തിട്ടുണ്ട് ആൾ. റെജി കൊണ്ടുപോയി വെച്ച ചുള്ളികളെല്ലാം പെറുക്കി മാറ്റി. ടയർ നല്ല ആഴത്തിൽ മണലിൽ പൂണ്ടിരിക്കുന്നു. ഉച്ചനേരമാണ്. ഞങ്ങളെല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ പുറപ്പെട്ടതാണല്ലോ. 2 കുപ്പി വെള്ളം വണ്ടിക്കകത്തിരിപ്പുണ്ട്. അതേയുള്ളൂ ആശ്വാസം. ഇവിടെ കിടന്നു പോകുമോ എന്നതായി സംശയം. അടുത്തതായി അലക്സ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഒരു ശ്രമം നടത്താൻ തീരുമാനിച്ചു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ട്രാക്ഷൻ മാറ്റ് ഒരു പ്രയോജനവും ചെയ്തില്ല. ചക്രം പഴയതുപോലെ വെറുതെ കിടന്ന് കറങ്ങുന്നു. മുന്നിലെ ചക്രത്തിനു പകരം ഇപ്പോൾ പിറകിലെ ചക്രമാണ് കറങ്ങുന്നതെന്ന് മാത്രം. വണ്ടി കൂടുതൽ താഴോട്ട് അമർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കൂടുതൽ വണ്ടികളെത്തി. ഈ വഴിക്ക് കടന്നു പോകാൻ വന്നവരായിരിക്കണം. അവരിൽ പലരും തിരിച്ചു പോകുന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കുന്നിൻ മുകളിൽ നിന്നുള്ള കടൽ കാഴ്ച ഷൂട്ട് ചെയ്തും ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചും നിൽക്കുകയാണ്. കുറച്ചുനേരം കൂടി കഴിഞ്ഞപ്പോൾ വേറൊരു വണ്ടി വന്നു. ബാക്കിയുള്ളവരൊക്കെ തിരികെ പോയി കഴിഞ്ഞു. അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കവെയാണ് ഈ വണ്ടിയുടെ വരവ്. അതിലെ ഡ്രൈവർ വണ്ടി തിരിച്ച് പുറകോട്ടെടുത്ത് കയറി വന്നു. ഒരു വടവും തന്നിട്ടുണ്ട്. ഒന്നും പേടിക്കേണ്ട, ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് അയാൾ പറഞ്ഞു. അയാൾ കൊടുത്ത വടം അലക്സ് കൊണ്ടുചെന്ന് ഞങ്ങളുടെ വണ്ടിയുടെ പിറകിൽ കെട്ടി. ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. അവൻ ഇന്ത്യക്കാരനാണ്. ആളെ പരിചയപ്പെട്ടു. മഹാരാഷ്ട്രക്കാരാണ് ഇവരുടെ പൂർവികർ. ഇവൻ വളർന്നതൊക്കെ ഇവിടെയാണ്. ഒരു സാഹസികനാണ് ഈ ചെറുപ്പക്കാരൻ. അവൻ വണ്ടിയിൽ നിന്ന് കൂടുതൽ ബലമുള്ള മറ്റൊരു വടം എടുത്തുകൊണ്ടുവന്നു. അത് ഞങ്ങളുടെ വണ്ടിയിൽ കെട്ടി. മറുതല അവന്റെ വണ്ടിയുടെ പിറകിലും. ഇത്തരം റെസ്ക്യൂ ഓപ്പറേഷനുകളൊക്കെ ഒരു ഹരമായി എടുക്കുന്നവനാണ് അവനെന്ന് തോന്നി. അപ്പോഴേക്കും 1-2 സായിപ്പുമാരും ഒരു പട്ടിയും കൂടി വന്നു. പട്ടിയും വലിയ സാഹസികനാണെന്ന് തോന്നി. അവൻ അവിടെയൊക്കെ മണത്തു നോക്കുന്നു, അലക്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് പോലെ. സായിപ്പും നല്ല സന്തോഷത്തിലാണ്. ഇവർക്കൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ വെറും യാത്ര മാത്രമല്ല ആവേശം. സായിപ്പിന്റെ മകൻ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ഈ പണികളെല്ലാം ഇവർക്ക് നന്നായിട്ടറിയാം. മഹാരാഷ്ട്രക്കാരൻ സാവധാനം അവന്റെ വണ്ടിയെടുത്തു. ഞങ്ങളുടെ വണ്ടിയെ പിന്നോട്ട് വലിച്ചു. പുഷ്പം പോലെ കാര്യം വിജയിച്ചു. ഇതാണ് പണി അറിയുന്നവൻ ഇറങ്ങിയാലുള്ള ഗുണം. ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ പണിത കാര്യം ഇവർ വെറും 5 മിനിറ്റ് കൊണ്ട് വിജയിപ്പിച്ചു തന്നു. പട്ടിയെല്ലാം സൂപ്പർവൈസ് ചെയ്ത് ഇടയിലൂടെ നടക്കുന്നു. ട്രാക്ഷൻ മാറ്റുകളെടുത്ത് ആദ്യം സഹായിക്കാൻ വന്ന വണ്ടിക്കാരന് കൊടുത്തുവിട്ടു. അവർ തിരികെ വന്നതാണ്. ട്രാക്ഷൻ മാറ്റിന്റെ കാര്യം മറന്നുപോയിരുന്നു. അലക്സ് മഹാരാഷ്ട്രക്കാരന് വടം ചുരുട്ടിക്കൊടുക്കുന്നു. ട്രാക്ഷൻ മാറ്റ് തന്നവർ കുടുംബമായാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ പെട്ടുപോയിട്ട് 2 മണിക്കൂറായിരിക്കുന്നു. ഉപകരണങ്ങളെല്ലാം അതാത് വാഹനങ്ങളിൽ കൊണ്ടുപോയി വെച്ചു. കടൽ തീരത്തെ വിജനമായ മണലാരണ്യത്തിൽ പെട്ടുപോയെന്ന് കരുതിയതാണ് ഞാൻ. അല്പനേരം കൂടി കഴിഞ്ഞാൽ ഇവിടേക്കൊന്നും ആളുകളെ വരില്ല. അലക്സ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ഉത്സാഹിയാണ്. ആ ചെറുപ്പക്കാരനോട് നന്ദി പറഞ്ഞു. അവൻ സാധനങ്ങളെല്ലാം എടുത്തുവെച്ച് വണ്ടി വിട്ടുപോയി. ഞങ്ങളും വണ്ടി പിറകെ എടുത്തു. ഇനി വലിയ സാഹസത്തിനൊന്നും പോകേണ്ട, തിരികെ പോകാമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് മറ്റു കുറെ കാഴ്ചകളിലേക്ക് കൂടി പോകാനുള്ളതാണ്. റെജിയാണ് വണ്ടിയെടുക്കുന്നത്. ഞങ്ങൾ അതിലേക്ക് കയറി മടക്കയാത്ര തുടങ്ങി. തിരികെ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. വാഹനങ്ങൾ ഓടിയ ചക്രപ്പാടുകൾ പലയിടത്ത് കാണാം.
പക്ഷേ ഹൈവേയിലേക്ക് എത്താനുള്ള വഴി ഏതെന്ന് മാത്രം കുറെ ഓടിയിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കിലോമീറ്ററുകളോളം മണലിലൂടെ ഓടി. തലങ്ങും വിലങ്ങും വണ്ടി ഓടിയ പാടുകളുണ്ട്. എതിലെ പോയാലാണ് ഈ സാൻഡ് ഡ്യൂൺസിൽ നിന്ന് പുറത്തെത്തുക എന്നാണ് അറിയാത്തത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അരമണിക്കൂറോളം പല വഴികളിലൂടെ ഓടി. ഒടുവിൽ പുല്ലുപിടിച്ച മണൽക്കുന്നുകൾ ഇരുവശത്തുമുള്ള ഒരു മണൽ വഴി കണ്ടുകെട്ടി. അതിലെ നേരെ പോകാൻ തീരുമാനിച്ചു. ദിക്കുപോലും മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങൾ കൈവശമില്ലെന്നോർക്കണം. മൊബൈൽ ഫോൺ മാത്രമേയുള്ളൂ ആശ്രയം. അതിൽ ദിക്കു നോക്കിക്കൊണ്ട് പോവുകയാണ്. ചിലയിടത്ത് ചില ജംഗ്ഷനുകൾ എത്തുമ്പോഴാണ് ആശയക്കുഴപ്പത്തിലാവുന്നത്. അങ്ങനെ ഓടുമ്പോൾ മുന്നിൽ ചില വണ്ടികൾ കണ്ടുകിട്ടി. അപ്പോൾ ആശ്വാസമായി. അതിന്റെ പിറകെ പോവുകയാണ്. മുന്നിലുള്ള ചില വണ്ടികൾ വലത്തേക്കും ചിലത് ഇടത്തേക്കും പോകുന്നു. ചിലർ എങ്ങോട്ട് പോകണമെന്ന ആശയക്കുഴപ്പത്തിലെന്നോണം നിൽക്കുന്നു. ഞങ്ങളാകട്ടെ ഏതെങ്കിലും ഒരു വഴിക്ക് പോകാമെന്ന തീരുമാനത്തിലെത്തി. ചിലയിടത്ത് ബഗ്ഗികളും ആളുകളെയും കണ്ടു തുടങ്ങി. ഒടുവിൽ ഞങ്ങൾ ക്വാഡ് ബൈക്കുകൾ വാടകയ്ക്ക് നൽകുന്ന കേന്ദ്രം പ്രവർത്തിക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇവിടെ തന്നെയാണ് സാൻഡ് ഡ്യൂൺസ് കാണാൻ വരുന്നവരുടെ പ്രധാന പാർക്കിംഗ് ഏരിയ. ഇനി ഹൈവേയിലേക്ക് പോകേണ്ട വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. 2 മണിക്കൂർ നേരം ആകെ വലഞ്ഞു പോയിരുന്നു. സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നു. അതിഭീകരമായ വിശപ്പുണ്ട്. അലക്സിനാകട്ടെ മറ്റൊരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ ദേഹത്ത് മുഴുവൻ മണലാണ്. ശരീരം കഴുകണം. വണ്ടിക്കകത്തും മണലുണ്ട്. കുറച്ചു ദൂരം കൂടി ഓടി ലാൻസലിൻ സബർബിലേക്ക് തിരിച്ചെത്തി. വലിയ പട്ടണമൊന്നുമല്ല. ജനസംഖ്യ നന്നേ കുറഞ്ഞ ഒരു പ്രദേശം. ഇവിടെ പബ്ലിക് വാഷിംഗ് ഏരിയയും ടോയ്ലറ്റുമൊക്കെയുള്ള ഭാഗങ്ങളുണ്ട്. അവിടെ ചെന്ന് അലക്സിന് ദേഹമൊന്നു കഴുകണം. അലക്സ് കുറേ നേരം കുത്തിയിരുന്ന് മണൽ മാന്തിയതാണല്ലോ. ദേഹത്തും വസ്ത്രങ്ങളിലുമെല്ലാം മണൽ പുരണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു മൈതാനം കണ്ടു. മൈതാനത്ത് ആളുകൾ കളിക്കുന്നുണ്ട്. അലക്സ് പെട്ടെന്ന് ദേഹം കഴുകാൻ പോയി. ഷർട്ടിടാതെ പാൻസ് മാത്രം ധരിച്ച കുറച്ച് ചെറുപ്പക്കാർ, ടീഷർട്ടും ഷോർട്സും ധരിച്ച മറ്റൊരു സംഘവും. അവർ എന്തോ ഒരു കളി തുടങ്ങുകയാണ്. 2 ടീമായിട്ടാണ് കളി. 8 പേരുണ്ട് ഒരു ടീമിൽ. ഇങ്ങനെ ഒരു കളി ഞാൻ ആദ്യമായി കാണുകയാണ്. മേശപ്പുറത്ത് ബിയർ ക്യാനുകൾ വെച്ചിട്ടുണ്ട്. കോർട്ടിന്റെ ഒരു വശത്ത് 6 പന്തുകൾ വെച്ചിരിക്കുന്നു. ക്വാഡ് ബോൾ എന്ന കളിയാണിത്. നമ്മുടെ പഴയ തലപ്പന്ത് കളി പോലൊരു കളി. ഹാരി പോട്ടർ പരമ്പരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 2003 മാത്രം രൂപപ്പെട്ട കളിയാണ്. ഒരു ടീമിൽ 7 പേരാണ് വേണ്ടതെന്നാണ് കളി നിയമം. ഇത് അവധി ദിവസം നേരം പോക്കിനുള്ള കളി ആയതിനാലാവാം കൂടുതൽ പേരുണ്ട്. ചേസർമാർ, കീപ്പർ, ബീറ്റേഴ്സ്, സീക്കർ എന്നിങ്ങനെ പല പൊസിഷനുണ്ട് കളിക്കാർക്കിടയിൽ. ചേസർമാർ ഓടി പന്തെടുത്ത് തങ്ങളുടെ ടീമിലെ ബീറ്റേഴ്സിന് നൽകും. അവർ എതിർ ടീമിലെ ബീറ്റേഴ്സിനെ എറിയും. പന്ത് ദേഹത്തു കൊണ്ടാൽ ഗോൾ ആയി. എന്നാൽ പന്തുകൊണ്ട് തന്നെ ആ ഏറ് തടയാം. ഇപ്പോൾ ഈ കളി യൂറോപ്പിൽ എന്ന പോലെ ഓസ്ട്രേലിയയിലും വ്യാപകമായിട്ടുണ്ട്. 2011 മുതൽ ഓസ്ട്രേലിയൻ ക്വാഡ് ബോൾ അസോസിയേഷനും പ്രവർത്തിക്കുന്നു. ഈ കളിക്ക് വേൾഡ് കപ്പ് വരെയുണ്ട്. ഇന്റർനാഷണൽ ക്വാഡ് ബോൾ അസോസിയേഷനാണ് അത് നടത്തുന്നത്. 2016 ഓസ്ട്രേലിയയാണ് വേൾഡ് കപ്പ് നേടിയത്. അവധി ദിനമാണല്ലോ. ഇവർക്ക് നേരം പോക്കിനുള്ള കളിയാണിത്. ശരിക്കും ക്വാഡ് ബോൾ കളിയിൽ ഹാരി പോട്ടർ കഥയിലെ പോലെ ഒരു ചൂൽ കാലിനിടയിൽ വെച്ച് വേണം ചേസർമാരും ബീറ്റേഴ്സും കളിക്കാൻ. പക്ഷേ ഇവിടെ ചൂലൊന്നും കാണുന്നില്ല. ഞാൻ കുറച്ചുനേരം അത് കണ്ടുനിന്നു. അപ്പോഴേക്കും അലക്സ് കുളി കഴിഞ്ഞെത്തി. ഞങ്ങൾ ലാൻസലിൻ പട്ടണത്തിൽ നിന്ന് യാത്ര തുടർന്നു. ഭക്ഷണം കഴിക്കണം. 3 പേർക്കും നല്ല വിശപ്പുണ്ട്. ഇവിടെയൊന്നും ഒരു റെസ്റ്റോറന്റും കാണുന്നില്ല. ഗൂഗിൾ മാപ്പിൽ നല്ലൊരു റെസ്റ്റോറന്റ് എവിടെയുണ്ടെന്ന് നോക്കി.
സീബേർഡ് എന്ന സ്ഥലത്ത് അങ്ങനെയൊന്നുണ്ടെന്ന് മനസ്സിലായി. ഇതെല്ലാം ലാൻസലിൻ സബർബിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. സ്കൂൾ, നഴ്സറി, പബ്ലിക് ഹെൽത്ത് സെന്റർ അങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെയാണ് യാത്രയിൽ കാണുന്നത്. ഇത്തരം പ്രദേശങ്ങളിലെല്ലാം മലയാളികൾ താമസിക്കുന്നുണ്ടെന്നും ഓർക്കണം. ഇതിവിടുത്തെ പബ്ലിക് ഹെൽത്ത് സെന്ററാണ്. എന്തെങ്കിലും രോഗം വന്നാൽ പ്രദേശവാസികൾ ആദ്യം ബന്ധപ്പെടേണ്ടത് അവിടെയാണ്. അവിടെ നിന്നും അവരുടെ റെഫറൻസിലാണ് അടുത്ത സ്ഥലത്തേക്ക് പോവുക. അതിനുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ചിലപ്പോൾ ആഴ്ചകൾ തന്നെ എടുക്കും. കഴിഞ്ഞ 2-3 ദശകങ്ങൾക്കിടയിൽ ഒട്ടേറെ ഇന്ത്യക്കാർ കുടിയേറിയെത്തിയിട്ടുള്ള ഒരു നാടാണ് ഓസ്ട്രേലിയ. അത് ഓസ്ട്രേലിയയുടെ സന്തുലിതാവസ്ഥയിൽ തന്നെ മാറ്റം വരുത്തുന്നുണ്ടെന്നാണ് ഇന്നാട്ടുകാർ കരുതുന്നത്. ഓസ്ട്രേലിയയിലെ സായിപ്പുമാർ പൊതുവെ അല്പം ഉല്ലാസപ്രിയരും അലസന്മാരുമൊക്കെയാണ്. അവിടെയാണ് ഇന്ത്യക്കാർ വന്ന് കഠിനാധ്വാനം ചെയ്യുന്നത്. അവർ നന്നായി അധ്വാനിക്കുന്നു, പല ഷിഫ്റ്റിൽ ജോലിയെടുക്കുന്നു, കാര്യക്ഷമതയോടെ കാര്യങ്ങൾ ചെയ്യുന്നു. അതോടെ എല്ലാ കമ്പനികളും ഇന്ത്യക്കാരെ ജോലിക്കെടുക്കാൻ താൽപ്പര്യപ്പെട്ടു. ഇന്ത്യക്കാരുടെ ജോലിയിലെ കാര്യക്ഷമത അവർക്ക് ഇന്നാട്ടിൽ എവിടെയും ഡിമാൻഡ് ഉണ്ടാവാൻ കാരണമായി. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഇന്ത്യക്കാർ വലിയ സമ്പാദ്യമുണ്ടാക്കുന്നു. മാത്രമല്ല അവരിവിടെ വീടുകളും പറമ്പുകളുമൊക്കെ വാങ്ങിക്കൂട്ടുന്നുമുണ്ട്. അതോടെ സ്വദേശികളായ വെള്ളക്കാർക്ക് ഇതിനോടൊക്കെ ചെറിയ അപ്രീതിയുണ്ടാവുന്നു. ആ കഥകൾ ഓർത്തിരിക്കെ റെജി കാർ ഒരു പമ്പിലേക്ക് കയറ്റി. മണലിൽ കുടുങ്ങിയ നേരത്ത് വണ്ടിയുടെ ടയറിലെ കാറ്റഴിച്ചു വിട്ടിരുന്നു. ഇവിടെയൊക്കെ കാറ്റടിക്കുന്നതും പെട്രോൾ അടിക്കുന്നതും നമ്മൾ തന്നെ ചെയ്യണം. അതിന് പ്രത്യേക ജീവനക്കാരൊന്നുമില്ല. എല്ലാ പമ്പുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. സെൽഫ് സർവീസാണ്. കാറ്റടിക്കാനും പെട്രോൾ അടിക്കാനുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നതാണ് കാര്യം. ലാൻസലിൻ റോഡ് ഹൗസ് എന്ന പെട്രോൾ പമ്പാണ്. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇവിടുത്തെ ഇന്ത്യക്കാരെക്കുറിച്ചാണ്. ഇന്ത്യക്കാർ ഈ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ വലിയൊരു സ്വാധീന ശക്തിയായി മാറിക്കഴിഞ്ഞു. അവർ കഠിനാധ്വാനികളായതിനാൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു. ബാങ്കുകളിലും മറ്റു സ്ഥാപനങ്ങളിലുമെല്ലാം അവർ ജോലി നേടുന്നു. ഇതെല്ലാം ഇന്ത്യക്കാർക്കെതിരെ ഇന്നാട്ടുകാരായ ചിലരൊക്കെ തിരിയാൻ കാരണമായിട്ടുണ്ട്. ആ കഥകൾ അലക്സും പറയുന്നുണ്ടായിരുന്നു. അത്തരം ചിന്താഗതികൾ ഉയർന്നു തുടങ്ങിയതോടെ അടുത്ത കാലത്ത് ഇവിടെ വലിയ വംശീയ പ്രശ്നങ്ങളുണ്ടായി. കുടിയേറ്റത്തിനെതിരെ പെർത്ത് പോലുള്ള നഗരങ്ങളിൽ വലിയ റാലികൾ തന്നെ നടന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലികൾ. മൈഗ്രേറ്റ് ചെയ്യുന്ന ഇന്ത്യക്കാരോട് ഉള്ളിന്റെ ഉള്ളിൽ ഒരു അമർഷം കുറേയേറെ ഓസ്ട്രേലിയൻ വെള്ളക്കാരിൽ പുകയുന്നുണ്ട്. ഇന്ത്യക്കാരുടെ പ്രത്യേകതകളും ചില സ്വഭാവവിശേഷങ്ങളുമെല്ലാം ചെറിയ പ്രശ്നമാണ്. വെള്ളക്കാർക്ക് വെറുപ്പുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ആളുകൾ ചെയ്യുന്നുണ്ടെന്നത് വേറെ കാര്യം. എന്നാൽ പ്രധാനമായും ഇന്ത്യക്കാരുടെ സ്വാധീനശക്തി കൂടുന്നു എന്നതാണ് പ്രശ്നം. ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് സീബേർഡ് എന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. ചെറിയൊരു ജനവാസ പ്രദേശമാണത്. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹൈവേയിൽ എവിടെയും റെസ്റ്റോറന്റുകളോ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളോ കണ്ടെന്നു വരില്ല. ഗൂഗിൾ മാപ്പ് നോക്കി അതെവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. കുറെ കൂടി ഓടി കടൽ തീരത്തെ ഒരു റെസ്റ്റോറന്റിന് സമീപത്തേക്ക് ഞങ്ങളെത്തി. 40-50 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ കണ്ടുകിട്ടുന്ന ഒരു നല്ല റെസ്റ്റോറന്റാണ്. വലിയൊരു റെസ്റ്റോറന്റാണിത്. കടൽ തീരത്ത് മനോഹരമായ ഒരു ക്ലിഫിലാണ് ഇതിന്റെ സ്ഥാനം. സുന്ദരമായ കാഴ്ച. താഴെ ബീച്ച്. നല്ല പഞ്ചാരമണലിന്റെ കടൽ തീരം. ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇവിടെ നിന്ന് താഴേക്കിറങ്ങി ബീച്ചിലേക്ക് പോകാം. ബീച്ചിന്റെ ഓരത്തെ പുൽത്തകിടിയിൽ മേശകസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു. വൈകുന്നേരം ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക രസമാണ്. 5 മണി കഴിയുമ്പോഴേക്കും ഈ റെസ്റ്റോറന്റൊക്കെ അടയ്ക്കും. ഓസ്ട്രേലിയയുടെ ഉൾനാടുകളിലെ സ്ഥാപനങ്ങൾ മിക്കതും 4 മണി 5 മണി ആകുന്നതോടെ പൂട്ടുന്നതാണ് പതിവ്. 5 മണി കഴിഞ്ഞാൽ വിജനതയാണ്. ഞങ്ങൾ എന്തു വേണമെന്ന് തീരുമാനിച്ചു. റെജിയും അലക്സും കൂടി വലിയൊരു ചർച്ച തന്നെ നടത്തി. പിന്നെ കൗണ്ടറിൽ പോയി ഓർഡർ ചെയ്തു. ബീഫ് സ്റ്റേക്കാണ് ഇവിടുത്തെ പ്രധാന വിഭവം. അതിന്റെ തന്നെ പല വകഭേദങ്ങളുണ്ട്. ഓർഡർ ചെയ്തപ്പോൾ ഒരു നമ്പർ കിട്ടി. അത് കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചാൽ
ആ നമ്പറുകാർ ഓർഡർ ചെയ്തത് ടേബിളിലെത്തും. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത വിഭവം വന്നു. ബീഫിന്റെ നല്ലൊരു കഷ്ണം മുരിച്ചതും അത് മുക്കി തിന്നാനുള്ള ഒരു ചാറും പൊട്ടറ്റോയും പിന്നെ കുറച്ച് വെജിറ്റബിൾസും. ഇങ്ങനെയാണ് വെള്ളക്കാരുടെ ഭക്ഷണം. ഇതിന്റെ പേര് റംബ് സ്റ്റേക്ക് എന്നാണ്. നല്ല കനത്തിൽ മുറിച്ചെടുത്ത മാംസം. അത് മീഡിയം ഗ്രിൽഡാണ്. നല്ല സോഫ്റ്റ് ഇറച്ചി. രുചികരമാണത്. അതീവ രുചി. ചാറിന് പോലും അസാധ്യ ടേസ്റ്റാണ്. ഇറച്ചി മുറിച്ചെടുത്ത് ആ ചാറിൽ മുക്കി വേണം കഴിക്കാൻ. രുചിയിലാകട്ടെ ഏറെ മുന്നിലുമാണ്. ഞങ്ങൾ ആ വിഭവം ശരിക്കും ആസ്വദിച്ചു. ബീഫ് സ്റ്റേക്ക് പല വിധമുണ്ട്. 600 ഗ്രാം വരെയുള്ള ഒറ്റ കഷ്ണം മുരിച്ചതുവരെ. വണ്ടിതള്ളിയും മണൽമാന്തിയും ഇന്നാകെ മടുത്തുപോയിരുന്നു എല്ലാവരും. കൂട്ടത്തിൽ ഞാനാണ് ആ പണി അധികം എടുക്കാത്തത്. ആസ്വാദ്യമായ ആ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴേക്കും ഏതാണ്ട് 4:30 കഴിഞ്ഞു. ഇനി പെർത്തിലേക്ക് മടങ്ങുകയാണ്. നഗരത്തിലേക്കുള്ള മടക്കം. പെർത്തിലേക്കുള്ള മനോഹരമായ പാതയിലൂടെ ഓസ്ട്രേലിയൻ ഉൾനാടുകൾ കണ്ടുകൊണ്ട് ആ സായന്തനത്തിൽ യാത്ര തുടർന്നു.